ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2164. ഇന്ന് ഡിസംബർ മാസം 3-ാം തീയതി 337-ാമത്തെ ദിവസത്തിലെത്തി. ഇടയന്മാരോട് സദ്വർത്തമാനം അറിയിക്കുന്നത് ഒരു ദേവദൂതനാണ്. ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കും. ഇങ്ങനെയാണ്. തൊട്ടടുത്ത തിരുവെഴുത്ത് എന്താണ് പറയുന്നത്? പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ആദ്യമേ പ്രത്യക്ഷനായ ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തുകയാണ്. അത്യുന്നതങ്ങളെ ദൈവത്തിന് മഹത്വം, ഭൂമിയില് ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. എന്താകിലും സന്മനസ്സുള്ളവർക്ക് സമാധാനമെന്നാണ് ക്രിസ്മസ് കാലത്ത് ഏറ്റവും അധികം മുഴങ്ങുന്ന ഒരു ദൂത്. എന്താണ് സന്മനസ്സും സമാധാനവും ഒക്കെ? എന്താണ് മനസ്സെന്നറിഞ്ഞാൽ പിന്നെ സന്മനസ്സുണ്ടാക്കാനും ദൈവപ്രസാദം നേടാനും അതുവഴി മനസ്സമാധാനം ഉറപ്പുവരുത്താനും എളുപ്പമാവും, അല്ലേ? മനസമാധാനം എന്ന വാക്ക് തന്നെ ശുദ്ധ ഭോഷ്കാണെന്ന് വേണേ പറയാം. കാരണം മനസ്സുള്ളിടത്ത് സമാധാനം ഉണ്ടാവില്ല, സമാധാനമുള്ളിടത്ത് മനസ്സും ഉണ്ടാവില്ല. സത്യമാണ്. നമ്മുടെ മനസ്സിലേക്കൊന്ന് ഒളിഞ്ഞു നോക്കിക്കേ. ഒരുതരം കുപ്പത്തൊട്ടി കണക്കാണ് അത് കിടക്ക്. അറിയാവുന്ന സകല മനുഷ്യരുടെയും കുറ്റങ്ങളും കുറവുകളും അതിൽ നിറച്ച് കൂട്ടിവെച്ചിട്ടുണ്ട്. ചേരാത്തവ വാട്സാപ്പിൽ നിന്നും കിട്ടാവുന്ന മുഴുവൻ സോഷ്യൽ മീഡിയയിൽ നിന്നും ആവോളം കുടഞ്ഞിടുന്നുമുണ്ട്. ആലോചിച്ചു നോക്കി, ഈ ദുർമനസ്സിനെ എങ്ങനെയാണ് സമാധാനത്തിന്റെ ഇടമായി മാറ്റാൻ പറ്റുക? ഈ ദുർമനസ്സിന് എങ്ങനെയാണ് സമാധാനം ലഭിക്കുക? അതിലൂടെ ദൈവപ്രസാദം ലഭിക്കുക. സത്യത്തിൽ ആലോചിച്ച്, ചീത്ത ആഹാരം കഴിച്ചാല് ശരീരത്തിന്, ഉദരത്തിന് ദഹനക്കേടുണ്ടാവില്ലേ? അതുപോലെ ചീത്ത വിചാരങ്ങൾ നിരന്തരം വിഴുങ്ങിക്കൊണ്ടിരുന്നാല് മനസ്സിനും ശാന്തി ഉണ്ടാവില്ല. അതിങ്ങനെ വല്ലാതെ കലങ്ങി തളർന്നു പോകും. അതുകൊണ്ട് തന്നെ നല്ല ഈശ്വര വിചാരങ്ങൾ കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട ഒരു കാലം കൂടി തൊട്ടടുത്തെത്തിയിട്ടുണ്ട്. കുറെ കൂടി ഹൃദയ ശുദ്ധിയുള്ളവരാകാനായിട്ട് നമുക്ക് പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാണെന്നാണ് നമ്മുടെ കർത്താവും പറഞ്ഞത്. അവർ ദൈവത്തെ കാണുമത്രേ. അങ്ങനെ ദൈവത്തെ കാണാൻ പാകത്തിന് നമ്മുടെ ഹൃദയത്തിന് കുറെ കൂടി ശുദ്ധതയുണ്ടാവട്ടെ. അതിലൂടെ മനസ്സമാധാനം. അങ്ങനെ ദൈവത്തെ നമ്മൾ കണ്ടു തുടങ്ങിയ ഹൃദയശുദ്ധി വെച്ചു ബേഥലഹേമിൽ മാത്രമല്ല, സ്വന്തം ഭവനത്തിൽ, ദേവാലയത്തിൽ, നടന്നുപോകുന്ന വഴികളിൽ, തെരുവോരങ്ങളിൽ, അയൽക്കാരിൽ, എന്തിന് ശത്രുവിൽ, അവനവനിൽ തന്നെ പതിയെ ദൈവത്തെ കണ്ടെത്തുകയാണ്. അങ്ങനെ ആവണം എന്റെ നിങ്ങളുടെ ഒക്കെ പുൽക്കൂട്ടിലേക്കുള്ള യാത്ര സഫലമാകാനായിട്ട്. ആമേൻ.